ഹായ് ഹലോ നമസ്കാരം. ഇന്ന് മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമൂന്തൻ അഭിനയിക്കുന്ന വിനയ് ഗോവിന്ദ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ റിലീസാവുകയാണ്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടതിന് ശേഷം എന്താണ് ഈ സിനിമയുടെ അഭിപ്രായം എന്ന് അറിയാം. ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ, നല്ല മൂവിയാണ്. ഫാമിലി മൂവി നല്ല മൂവി, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ്. ഗുഡ് മൂവി. ഉണ്ണിമൂന്തൻ അടുത്ത സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിൻ്റെ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല പടം, കുഴപ്പമില്ല. നല്ല പടം, അടിപൊളി പടം, നല്ല പടം. ഉണ്ണിമൂന്തൻ ഒരു വെറൈറ്റി ചെയ്തിട്ടുണ്ട്. മാർക്ക് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വേറെ വെറൈറ്റി ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. വണ്ടി വാച്ച് മൂവി, നല്ല പടം. നല്ല പടം. ഒരു ഉണ്ണിമുഖത്തിൻ്റെ ഒരു സെലക്ഷൻ നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി കഥയാണ്. ടോട്ടലി ഒരു കുട്ടികളില്ലാത്തവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു മൂവി. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പടം. നല്ല ഗംഭീര പടമാണ്. വളരെ മനോഹരമായിട്ട് പടം മേക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉണ്ണി വളരെ രസമായിട്ട് വേറെ റേഞ്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല പടം, തീർച്ചയായിട്ടും പടം വർക്കാവും. ഉറപ്പായിട്ടും 100% ഫാമിലി മൂവിയാണ്. നല്ലൊരു ഫീലുള്ള മൂവി, നല്ലൊരു മെസ്സേജ്, മസ്റ്റ് വാച്ച്. അടിപൊളി പെർഫോമൻസ്, നല്ല പെർഫോമൻസ്, ഒരു ലാഗുമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ മൂവി ചെയ്തു. മൂവീസ് അടിപൊളി, മസ്റ്റ് വാച്ച്. സൂപ്പർ മൂവി, ഫാമിലി മസ്റ്റ് മൂവിയാണ്. നല്ലൊരു മെസ്സേജാണ് ആൻഡ് ഓസം. അടിപൊളി. കാണണം. ഉണ്ണിമൂന്തൻ്റെ ഒരു നല്ലൊരു ഇത് തന്നെയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പിള്ളേരില്ലാതെ ഒരുപാട് അനുഭവിക്കുന്നവർ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു എന്താ പറയുക, ഉണ്ണിയേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം. വെരി ഗുഡ് പടം. നല്ല ഒരു ഫീൽ. Very good, excellent. And medical things have been taken out excellently. I am a doctor. ഫാമിലിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ഫാമിലി എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഒരു കോമഡി ട്രാക്കിൽ തുടങ്ങി, പിന്നെ ഒരു ഇമോഷണൽ രീതിയിൽ പോയി, ഒരു ലൈറ്റ് ഹാർട്ടറായിട്ട് എൻഡ് ചെയ്തൊരു പടം തന്നെയാണ്. അപ്പോൾ ഒരു 100% ഫാമിലി മൂവി തന്നെയാണെന്ന് പറയാം. അപ്പോൾ എല്ലാ ഫാമിലി ഓഡിയൻസിനും പറ്റിയൊരു മൂവി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിഖിലവിമലായാലും ഉണ്ണിമുന്തനായാലും അവരുടെ ഒരു ബെസ്റ്റ് കെമിസ്ട്രിയും കോമഡി കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് എന്തായാലും പോയി കാണാം. അവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് ഉണ്ണിമൂന്തൻ ഗൈനക്കോളജിസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കോമഡി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു യൂത്ത് ഫാമിലി അതുപോലെ എല്ലാ ഏജിലുള്ള ഫാമിലി കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അല്ല, അത് ഡിഫറെൻ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഒരേപോലെ കഴിഞ്ഞാൽ മാർക്കോ പോലെ തന്നെ പോകുമല്ലോ. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ണീനെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു ഉണ്ണിയാണത്. സ്നേഹിക്കാൻ തോന്നുന്നു, വാത്സല്യമൊക്കെ തോന്നുന്ന തരത്തിലുള്ള, എന്നാൽ പല ഷെയ്ഡ്സും ഉണ്ട് ഉണ്ണിയുടെ ക്യാരക്ടറിന്. നല്ല രസമായിട്ട് സിനിമ, നല്ല രസമായിട്ട് കണ്ടിരിക്കാം. ഡിഫറെൻറ്റ് ഫിലിം. നമ്മൾ നോക്കുമ്പോൾ ത്രില്ലറൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആ രീതിയിലുള്ള ഒരു സിനിമ. നല്ല രസമായിട്ട്. ഞാൻ അല്ലല്ല, ഇനിയും ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടർ വരുന്നുണ്ട്. ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂവി. ടോട്ടലി എന്താ പറയുക, ഒരു ഡോക്ടർ പേഷ്യൻസുള്ള ടോട്ടലി ഇമോഷണലി ഒരു സ്റ്റോറിയാണ് ഈ പടം. ടോട്ടലി നല്ല ഒരു സ്റ്റോറിയാണ്. എല്ലാം കൊണ്ടും ഉണ്ണിമുഖത്തിൻ്റെ സെലക്ഷനും നല്ലൊരു സെലക്ഷനാണ്. കൊള്ളാം. ഈ മാർക്കോ എല്ലാം കണ്ടുവരുന്നവർക്ക് ചിലപ്പോൾ ദഹിക്കില്ല. പക്ഷേ ഇതുപോലെ സെലക്ഷൻ അത് മസ്റ്റാണ്. കാരണം എന്താ, ഒരേ ലെവല് മസിലും ഇതും കാണിച്ച് നടന്നാലൊന്നും കാര്യം നടക്കില്ല. പക്ഷേ ഇത് നല്ല ഒരു സെലക്ഷനാണ്, നല്ലൊരു മൂവിയാണ്. എല്ലാം കൊണ്ടും ആക്ടിങ്ങും എല്ലാം കൊള്ളാം. പിന്നെ ഒരു മക്കളില്ലാത്ത സ്ത്രീകൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം. കാരണം അവരെ മുൻനിർത്തിയാണ് ഈ പടം ടോട്ടലി എടുത്തിട്ടുള്ളത്. എല്ലാം കൊണ്ടും അതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. സൂപ്പർ മൂവി, ഫാമിലി മൂവി. പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടിട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇതിനൊരു സ്റ്റോറി ലൈൻ അറിയാമെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ കാണണം. ഡബിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ബിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്ലീനായിട്ട് ഉള്ളൊരു മൂവി.
എല്ലാവർക്കും വന്നിരുന്ന് കാണാം. ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര പ്ലസൻ്റാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന്. കാരണം മാർക്കോ കഴിഞ്ഞിട്ട് വരുന്നൊരു സിനിമയാണല്ലോ, പക്ഷെ ഉണ്ണി വളരെ വേഴ്സറ്റൈലായിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി സിനിമ. ഞാൻ വിനയൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, ഭയങ്കര നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വർക്ക്. ഏത് ഏജ് ഗ്രൂപ്പിനും വന്ന് കാണാം. ആർക്കും അങ്ങനെ ഒരു ഭയങ്കര സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും സിനിമ കാണുമ്പോൾ നമുക്ക് വേണ്ട. എനിക്കൊന്ന് ഇങ്ങനത്തെ സിനിമകളും വരണമല്ലോ, നമുക്ക് കുറച്ചൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്കായി. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കണ്ട ആൾക്കാരല്ലേ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമായോ? ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടാണോ വന്നത്? ഇതാണോ എക്സ്പെക്ട് ചെയ്തത്? ഫാമിലി മൂവി ആവുമെന്നാണോ എക്സ്പെക്ട് ചെയ്തത്? അപ്പോൾ അത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആസ് എ പ്രേക്ഷക എന്ന നിലയിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇമോഷണലിയൊക്കെ വളരെ കണക്റ്റഡായി. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളോട് ഇനി പോയി കാണാൻ പറയാനുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയാം. ഇമോഷണലായിട്ട് ഫുൾ ലെങ്ത് പോകുന്നൊരു പടമാണ്. നല്ല സൈഡ് ഉണ്ണിമൂന്നാണ് നിഖിലവൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി ഓഡിയൻസിന് കയറി കാണാൻ പറ്റും. ഈവൻ ഒരു കപ്പിൾസിനിടെ നടക്കുന്ന ഇഷ്യൂസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നൊരു എൻഗേജിങ് ആയിട്ടൊരു പടമാണ് ത്രൂ. നല്ല കളർഫുൾ ഒരു സിനിമ, എല്ലാവരും പോയി കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നമുക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഉണ്ണിമൂന്നിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സ്വീറ്റ്, നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഉണ്ണി ശരിക്കും കരഞ്ഞപ്പം കണ്ണ് നിറഞ്ഞു പോയി ചില സ്ഥലങ്ങളിലൊക്കെ. സോ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. സോ താങ്ക് യു. അടിപൊളി മൂവിയാണ്. ഫാമിലി ഫൺ എൻ്റർടൈനറാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ എൻ്റർടൈനറാണ്. അപ്പോൾ ഉണ്ണി നിഖില കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര നല്ല രസമുണ്ട്. കണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മാർക്കോയ്ക്ക് ശേഷം മാർക്കോ പോലെയല്ല, ഉണ്ണിയുടെ വേറൊരു ഫാമിലി മോഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. അത് പക്ഷേ ഉണ്ണി ഭയങ്കര കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണിയുടെ കോളേജ് ഫൺ എല്ലാം ഉണ്ട് ഇതിൽ. സോ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു ഉണ്ണി മൂന്നിനെ കാണാം. ഭയങ്കര രസമായിട്ടുണ്ട്. അവരുടെ ആ ഒരു ഫ്രഷ്നെസ് നമ്മൾ കണ്ടിട്ടില്ല അവരുടെ കോംബോ. പക്ഷേ അത് രണ്ടുപേരും ഭയങ്കര കെമിസ്ട്രിയാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര രസമാണ് അവരുടെ ആ ഒരു ഇക്വേഷൻ. അവരുടെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നല്ല കിടിലായിട്ട് നല്ലൊരു വിനയ് ഗോവിന്ദ് പടം. ഒരു രക്ഷയില്ല, ഭയങ്കര ഇമോഷണലാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും കണ്ണിനൊക്കെ വെള്ളം വന്നുപോയി. നമ്മൾ ഈ മാർക്ക് കണ്ടിട്ട്, മാർക്ക് ഭയങ്കര മാസമായിരുന്നല്ലോ, മാസും ഭയങ്കര വയലൻസ് ഉണ്ണിമൂന്ന്. പക്ഷേ ഇതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ കറക്റ്റ് ഉൾക്കൊള്ളാൻ പറ്റണം. മാർക്കൊക്കെ നമ്മൾ മറന്ന് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഇമോഷണൽ ഭയങ്കര ഇൻ്റർവ്യൂലായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് സാഡായി പോയി. എൻഡിങ് പക്ക. റൊമാൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുണ്ടായി. നമുക്ക് ആ ഒരു കൊച്ചുങ്ങളില്ലാത്ത ഒരു വിഷമോ ഫീലിങ്സൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്കത് ഇതിൽ നിന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതെല്ലാവർക്കും കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അവരെ ഒരു സ്വന്തം കാര്യം വരുമ്പോൾ പലർക്കും മറ്റുള്ള നമുക്ക് ഉപദേശിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ എടുക്കാൻ പറ്റും. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് ഒരു സംഭവം പടം കാണുന്നതിൽ മനസ്സിലാവും. ഭയങ്കര മോശമാണ്. ഇത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും. ഫാമിലി ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഈ സിനിമ കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തത് ഇപ്പോൾ ഉണ്ണിമൂന്നൻ മാർക്കോ കഴിഞ്ഞ് വരുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർ ആവുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്ന ഇപ്പോഴുള്ള എല്ലാവരും ആ ഒരു പദവിയിലേക്ക് വന്ന് വ്യത്യസ്തമായ റോളുകൾ ചെയ്തുകൊണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഉണ്ണിമൂന്നൻ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാർക്കോ ഇന്ന് മാറി കംപ്ലീറ്റ്ലി വേറൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള മസ്കുലിൻ ആയിട്ടുള്ള ഒരു ഹീറോയിക് അപ്പിയറൻസ് ഇല്ലാത്ത ഒരു ഡോക്ടർ, ഒരു ഗൈനക് മെയിൽ ഡോക്ടർ എന്നുള്ള ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഉണ്ണിമൂന്നൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആവേണ്ട കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടഫാണ്. നമുക്കറിയാം ഉണ്ണിമൂന്നിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതിനൊക്കെ മറികടന്ന് അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഈ റോള് നന്നായിട്ട് ഇമോഷണലി കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പ്രകടനം സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃബന്ധം, അങ്ങനെയുള്ള പല സബ്ജക്റ്റുകൾ വളരെ രസകരമായിട്ട് സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ യുവാക്കൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്ക് എന്തായാലും തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അത്തരത്തിൽ സോഷ്യലി റെലവൻ്റ് ആയുള്ള ഒരു സബ്ജക്റ്റ് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഗെറ്റ് സെറ്റ് ബേബി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.